ഇവിടെ 9 വയസ്സുള്ള ഹീറോയിനാണെങ്കിൽ അവളുടെ സമ്മതം പോലും ഇല്ല. അതേ വീട്ടുകാർ നിർബന്ധിച്ച് അവളെ കല്യാണം കഴിച്ചു വെക്കുകയാണ്. അതേസമയത്ത് ചെറുക്കനാണെങ്കിൽ 29 വയസ്സുകാരനായിരിക്കും. അവൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് വൈഫ് ആണെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ കാര്യമൊന്നും അറിയാത്ത ഹീറോയിനാണെങ്കിൽ വേറെ വഴിയില്ല. അവൻ സെക്കൻഡ് വൈഫായിട്ട് കല്യാണം കഴിച്ചു പോകുകയാണ്. ഹീറോയിൻ ഏകദേശം 13 വയസ്സുള്ളപ്പോൾ പ്രഗ്നന്റ് ആവുകയാണ്. അവസാനം ഒരു ആൺകുട്ടിനെയും പ്രസവിക്കും. പക്ഷെ അവിടെ കറക്റ്റായി മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ ഒരാഴ്ച മരിച്ചു പോകുകയാണ്. അതിൽ ഫാമിലി മുഴുവൻ സങ്കടത്തിലായിരിക്കും. പക്ഷെ ആ സമയത്ത് ഹീറോയിനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏത് പണി ചിന്തിക്കാത്ത ഡിസിഷൻ എടുക്കുകയാണ്. ഇവളുടെ കുട്ടിക്ക് സംഭവിച്ച പോലെ ഇനി ആരും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ ഡോക്ടർ ആവണമെന്ന് പറയും. പക്ഷേ 800 കാലങ്ങളിൽ ഇന്ത്യയിലെ ഡോക്ടേഴ്സിന്റെ എണ്ണമാണെങ്കിൽ വളരെ കുറവായിരിക്കും. അതിലാണെങ്കിൽ ഒരു പെണ്ണ് പോലും ഉണ്ടാവില്ല. പക്ഷെ അതേസമയത്ത് ഹീറോയിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവളെ മനസ്സിലാക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവനായിരിക്കും. അതുകൊണ്ട് ഇവൾ ആവശ്യപ്പെട്ട പോലെ ഇവൾക്ക് മെഡിസിൻ പഠിക്കാനായിട്ട് ഹീറോയിനെ അമേരിക്കയിലേക്ക് അയച്ചുവിടും. പക്ഷെ ആ സമയത്ത് ഇന്ത്യയിലാണെങ്കിൽ വുമൺ എഡ്യൂക്കേഷൻ തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഹീറോയിനെ വെളിയിൽ കണ്ടാൽ അവളെ ദ്രോഹി എന്ന് പറയാൻ തുടങ്ങുകയാണ്. ഇവളുടെ വീട്ടിലാണെങ്കിൽ കല്ല് പറയുന്നുണ്ടാവും. ഇനി ഇവള് ക്ലാസ്സിൽ പോയാൽ ഇവളുടെ ഡ്രസ്സിംഗ് ഡിഫറന്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും മോശമായിട്ട് പെരുമാറും. പക്ഷെ അവരൊന്നും കണക്കാക്കാതെ ഇവളുടെ ഹസ്ബൻഡോട് സപ്പോർട്ടിൽ ഇവൾ നല്ലപോലെ പഠിക്കുകയാണ്. ഒരു അടുത്ത ക്ലാസ് ടോപ്പറും ആവുകയാണ്. അങ്ങനെ അവസാനം കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട് 1886 ഹീറോയിനാണെങ്കിൽ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിൻ പാസ്സാവുകയാണ്. അങ്ങനെ 1886 ആനന്ദി ഗോപാൽ ജോഷി എന്ന പേരുള്ള ഹീറോയിനാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ ഡോക്ടറായിട്ട് മാറും. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീറോയിനെ പോലെ ഡോക്ടർ ആവണമെങ്കിൽ അത് കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.